എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് കറ്റാർ വാഴ. കറ്റാർ വാഴയിൽ ദൈവികതയുണ്ട്. ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രമേ ഇത് നന്നായി വളരുകയുള്ളൂ. എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. അതിനാൽ തന്നെ കറ്റാർ വാഴ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് പണം വരവിനുള്ള സാധ്യതയും ജോലിക്കുള്ള പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നു. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ പണിയെടുത്താലും നമുക്ക് എത്ര തന്നെ പണം കയ്യിൽ വന്നാലും അത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഉപകരിക്കുകയും പണം കയ്യിൽ നിലനിൽക്കുകയും വേണം. ഇതിനായി നമ്മൾ നിസ്സാരമായി കാണുന്ന കറ്റാർ വാഴയ്ക്ക് സാധ്യമാകുന്നതാണ്. നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന കറ്റാർ വാഴ വളരെ ഔഷധ ഗുണമുള്ള ചെടി കൂടിയാണ്. മുടി, ചർമ്മം, കുടൽ തുടങ്ങി ആരോഗ്യ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന കറ്റാർ വാഴയ്ക്കും വാസ്തുവിൽ പ്രാധാന്യമുണ്ട്. വീട്ടിനുള്ളിലെ നെഗറ്റീവ് ഊർജ്ജം വലിച്ചെടുത്ത് പോസിറ്റീവ് ഊർജ്ജം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ചെടി കൂടിയാണ് കറ്റാർ വാഴ. മിക്കവാറും എല്ലാ വീടുകളിലും കറ്റാർ വാഴ നട്ടു വളർത്താറുണ്ട്. എന്നാൽ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ സ്ഥാനവുമുണ്ട്. കറ്റാർ വാഴയ്ക്ക് പ്രധാനമായും കുടുംബത്തിലെ സന്തോഷവും ഐശ്വര്യവും നിലനിർത്താൻ കഴിവുണ്ട്. എന്നാൽ നടേണ്ട ദിശ മാറിയാൽ വിപരീത ഫലമാകും നൽകുക. വാസ്തുപ്രകാരം കറ്റാർ വാഴ വീടിൻ്റെ കിഴക്കു ദിശയിലോ പടിഞ്ഞാറ് ദിശയിലോ വേണം നടുവാൻ. ഇത് വീട്ടിൽ സമാധാനവും മനസ്സിന് ശാന്തതയും വീട്ടിൽ ഐശ്വര്യവും പ്രദാനം ചെയ്യും. വാസ്തുപ്രകാരം വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ദിശയിൽ കറ്റാർ വാഴ നടുവാൻ പാടില്ല. ഇത് എല്ലാ തരത്തിലും വിപരീത ഫലമേ നൽകുകയുള്ളൂ. വാസ്തുപ്രകാരം കറ്റാർ വാഴ നടുന്നത് ശരിയായ ദിശയിലാണെങ്കിൽ, ഉത്തമ ദിശയിലാണെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ ഇത് വളരുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ജോലിയിൽ പുരോഗതിയില്ല എങ്കിൽ വീട്ടിലൊരു കറ്റാർ വാഴ നട്ടു വളർത്തി നോക്കൂ. കറ്റാർ വാഴ ജോലി ലഭിക്കുന്നതിനും ജോലി സ്ഥലത്തുള്ള ഏത് പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാനും കറ്റാർ വാഴ കണ്ടുപോകുന്നത് നിങ്ങളെ സഹായിക്കും. കറ്റാർ വാഴ ഈശ്വരാധീനമുള്ള ചെടി ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ വലതുവശത്ത് നടുന്നത് എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും ഇത് കണ്ടുപോകുന്നതും നിങ്ങളുടെ കാര്യം തടസ്സമില്ലാതെ നടക്കുന്നതിനും സഹായിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ഗുണപരമായി ബാധിക്കുകയും ഇതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഭാഗ്യം കൊണ്ടുവരാനും കഴിയുന്ന ഒരു ചെടിയായിട്ടാണ് കറ്റാർ വാഴയെ കണക്കാക്കുന്നത്. വാസ്തുപ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ള ഈ ചെടി വീടിൻ്റെ പരിസരത്ത് നടുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നു. മുള്ളുള്ള ചെടികൾ വാസ്തുപ്രകാരം ദോഷകരമാണെങ്കിലും കറ്റാർ വാഴ വളർത്തുന്നതിൽ ദോഷമില്ല എന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഈ ചെടി വീട്ടിനുള്ളിൽ വളർത്തുകയാണെങ്കിൽ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ഗുണപരമായി ബാധിക്കുകയും ചെയ്യുന്നു. വീട്ടിനുള്ളിൽ വളർത്തുകയാണെങ്കിൽ ബെഡ്റൂമിലോ സ്വീകരണ മുറിയിലോ നടുന്നതാണ് ഉത്തമമായ സ്ഥാനം. കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് വലിയ അളവിൽ ഓക്സിജൻ പുറന്തള്ളുന്നു എന്നൊരു പ്രത്യേകത കൂടിയുള്ള ചെടിയാണ് കറ്റാർ വാഴ. അതുകൊണ്ട് തന്നെ ഇത് വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കറ്റാർ വാഴ ശരിയായ ദിശയിൽ നടുന്നതിലൂടെ വീട്ടിലും കുടുംബത്തിലും സന്തോഷവും ഐശ്വര്യവും നിലനിർത്താൻ സഹായിക്കുന്നു. കറ്റാർ വാഴയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണുക. കറ്റാർ വാഴ ശരിയായ ദിശയിലല്ല നടുന്നതെങ്കിൽ നിങ്ങളുടെ തൊഴിലിനെയും ധനപരമായ നഷ്ടങ്ങളെയും വളരെയധികം ബാധിക്കും. കറ്റാർ വാഴ എത്ര തന്നെ ശ്രമിച്ചാലും ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. ഈ ഗുണങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വാസ്തുപരമായും ആരോഗ്യപരമായും എല്ലാം ഗുണങ്ങളുള്ള ഈ ചെടി നിങ്ങളെല്ലാം അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായി വളർന്നു വരികയാണെങ്കിൽ ജീവിതവും ഇതിനനുസരിച്ച് ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.